2025-26 വർഷം ഇംഗ്ലീഷ് 2ാം ക്ലാസ് ഇംഗ്ലീഷ് വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡു. ടീച്ചർ പറയുന്നത് കേട്ടുകൊണ്ട് എഴുതാം. ലിസൺ ടു ദ ടീച്ചർ. ടീച്ചർ പറയുന്നത് കേൾക്കാം. ആൻഡ് പുട്ട് എ ടിക്ക് മാർക്ക് ഫോർ ദ കറക്റ്റ് പിക്ചർ. എന്നിട്ട് കറക്റ്റ് പിക്ചറിൻ്റെ നേരെ ടിക്ക് മാർക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, എ മൗസ് ഈസ് സിറ്റിംഗ് അണ്ടർ എ മഷ്റൂം. ഒരു മൗസ് മഷ്റൂമിൻ്റെ അടിയിൽ ഇരിക്കുകയാണ്. ആ ചിത്രം ഏതാണ്? ഇതിൽ ഒന്നാമത്തെ ചിത്രമാണ്. ഇനി 2, എ കാറ്റ് ഈസ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് കിറ്റൺ. കാറ്റ് തൻ്റെ കിറ്റൻ്റെ കൂടെയാണുള്ളത് അല്ലേ. കിറ്റൺ എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ കുട്ടി. അതും ഒന്നാമത്തെ ചിത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഡോഗും കാറ്റുമാണുള്ളത്. ഇനി മൂന്നാമത്തത്, എ ഫോക്സ് ഈസ് റണ്ണിങ്. ഒരു കുറുക്കൻ ഓടുകയാണ്. കുറുക്കൻ ഓടുന്നത് നാലാമത്തെ ചിത്രമാണ്. അതിൽ ടിക്ക് ചെയ്യുക. അടുത്തത്, എ ബേർഡ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ഒരു ബേർഡ് ആകാശത്തിൽ പറക്കുന്നുണ്ട്. എ ഗേൾ ഈസ് വേവിങ് ഹെർ ഹാൻഡ്. അപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ കൈ വീശുന്നു. അത് ഈ മൂന്നാമത്തെ ചിത്രമാണ് അല്ലേ. ഇനി ആക്ടിവിറ്റി 2, ട്രൂ ഓർ ഫാൾസ്. തെറ്റാണോ ശരിയാണോ എന്ന് എഴുതണം. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റീഡ് ദ സെൻറ്റൻസസ്. ഈ പിക്ചർ നോക്കുക, എന്നിട്ട് ഇവിടെയുള്ള സെൻറ്റൻസുകൾ വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? പുട്ട് എ ടിക്ക് മാർക്ക് ഫോർ ദ കറക്റ്റ് സെൻറ്റൻസ് ആൻഡ് എ ക്രോസ് മാർക്ക് ഫോർ ദ ഇൻകറക്റ്റ് സെൻറ്റൻസ്. കറക്റ്റ് സെൻറ്റൻസിന്, അതായത് ശരിയായ ഈ ചിത്രത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ ശരിയായ സെൻറ്റൻസുകൾക്ക് ടിക്ക് മാർക്ക് ചെയ്യണം. തെറ്റായവയ്ക്ക് ഈ ക്രോസ് മാർക്ക് ചെയ്യണം. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. ദ ട്രീ ഈസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. ട്രീ മുഴുവൻ ഫ്ലവേഴ്സ് ഉണ്ട്. അത് ശരിയാണല്ലേ, അതുകൊണ്ട് ടിക്ക് ചെയ്തു. എ ബോട്ട് ഈസ് ഇൻ ദ റിവർ. റിവറിലൊരു ബോട്ടുണ്ട്. ബോട്ട് കാണുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ സെൻറ്റൻസ് തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് മാർക്ക് ചെയ്തു. 3, എ ബേർഡ്സ് ആർ സിറ്റിംഗ് ഓൺ ദ ട്രീ. മരത്തിൻ്റെ മേലെ ബേർഡ്സ് ഇരിക്കുന്നുണ്ട്. അത് ശരിയാണല്ലേ, അതുകൊണ്ട് അത് ടിക്ക് ചെയ്തു. 4, എ ഡക്ക് ഈസ് സ്വിമ്മിങ് ഇൻ ദ വാട്ടർ. വാട്ടറിലൊരു ഡക്ക് നീന്തുന്നുണ്ട്. അതും കറക്റ്റാണ്, അപ്പോൾ ടിക്ക് ചെയ്തു. 5th ക്വസ്റ്റ്യൻ, ദർ ഇസ് നോ ഫിഷ് ഇൻ ദ വാട്ടർ ഇൻ ദ റിവർ. റിവറിൽ ഒരു ഫിഷും ഇല്ല എന്നാണ്. ഇവിടെ ഒരു ഫിഷ് ഉണ്ട് അല്ലേ, അപ്പോൾ അത് തെറ്റാണ്. അതുകൊണ്ട് ക്രോസ് മാർക്ക് ചെയ്തു. ആക്ടിവിറ്റി 3, റീഡ് ആൻഡ് റൈറ്റ്. ഒരു കഥയുണ്ട്, നമ്മുടെ ഡാനിയുടെ കഥയാണ്. അത് വായിക്കാം, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. വായിച്ചു നോക്കാം. ഡാനി ആൻഡ് റോബോ വെന്റ് ടു എ പാർക്ക്. ഡാനിയും റോബോയും ഒരു പാർക്കിലേക്ക് പോയി. റോബോ ഹെൽപ്ഡ് ഡാനി സിറ്റ് ഓൺ ദ സ്വിംഗ്. റോബോ ഡാനിയെ ഊഞ്ഞാലിൽ ഇരിക്കാൻ സഹായിച്ചു. സ്വിംഗ് ഊഞ്ഞാൽ. ഹി പ്ലേഡ് ഓൺ ദ സ്വിംഗ് ഫോർ എ ലോങ് ടൈം. അവൻ കുറേ നേരം ഊഞ്ഞാലിൽ കളിച്ചു. ഗെറ്റ് അപ്പ്, ഗെറ്റ് ഓൺ മൈ ബാക്ക് സെഡ് റോബോ. റോബോ പറഞ്ഞു, മതി, എഴുന്നേൽക്കൂ, എൻ്റെ പുറത്ത് കയറൂ എന്ന് പറഞ്ഞു. ദേ മൂവ്ഡ് ടുവേർഡ്സ് ദ റിവർ. അവർ പുഴയുടെ നേരെ പോയി. റോബോ ചേഞ്ച്ഡ് ഹിംസെൽഫ് ഇൻ ടു എ സ്മോൾ ബോട്ട്. റോബോ സ്വയം ഒരു ചെറിയ ബോട്ടായി മാറി. ഇറ്റ് മൂവ്ഡ് എലോങ് ദ റിവർ. എന്നിട്ടത് റിവറിലൂടെ പോയി. ഡാനി സ്പ്ലാഷ്ഡ് വാട്ടർ അറൗണ്ട്. ഹി വാസ് ഹാപ്പി അറൗണ്ട്. ഡാനി ചുറ്റും വെള്ളം തെറിപ്പിച്ചു. ഹി വാസ് ഹാപ്പി. അവൻ ഹാപ്പി ആയിരുന്നു. ഇനി നൗ റീഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെയുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുക. റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ദ ബോക്സ് ഗിവൺ. എന്നിട്ട് താഴെയുള്ള ബോക്സിൽ ഉത്തരങ്ങൾ എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഡാനി ആൻഡ് റോബോ വെന്റ് ഡാഷ് ടു എ പാർക്ക്. അതാണ് ശരി ഉത്തരം. അത് ആ ബോക്സിൽ എഴുതി. റോബോ ചേഞ്ച്ഡ് ഹിംസെൽഫ് ഇൻ ടു എ ബോട്ട്. അതാണ് ശരി ഉത്തരം. 3, ഡാനി പ്ലേഡ് ഓൺ ദ സ്വിംഗ്. 4, വാട്ട് ഡിഡ് ഡാനി ഡു ഇൻ ദ റിവർ. ഡാനി റിവറിൽ എന്താണ് ചെയ്തത്? ഉത്തരം ബി ആണല്ലേ, സ്പ്ലാഷ്ഡ് വാട്ടർ. ശരി ഉത്തരം. ഇനി ഹു ഹെൽപ്ഡ് ഡാനി സിറ്റ് ഓൺ ദ സ്വിംഗ്. ഡാനിയെ ഊഞ്ഞാലിൽ ഇരിക്കാൻ ആരാണ് സഹായിച്ചത്? റോബോയാണ്. അതുകൊണ്ട് റോബോ എന്ന് എഴുതി. ഇനി ആക്ടിവിറ്റി 4, കോൺവെർസേഷൻ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിലി ആൻഡ് ലക്കി. മിലിയും ലക്കിയും തമ്മിൽ നടന്ന കോൺവെർസേഷൻ ഫില്ല് ചെയ്യണം. മിലി, ഹേയ് ലക്കി, ലെറ്റ് മീ സീ ദ സ്റ്റാർ ഇൻ ദ ജാർ. ആ ജാറിലുള്ള സ്റ്റാറിനെ എനിക്കൊന്ന് കാണാമോ? എനിക്കൊന്ന് കാണിച്ചു തരൂ.
എന്ന് മിലി പറഞ്ഞു ലക്കിയോട്. ഞാൻ ആ സ്റ്റാറിനെ ഒന്ന് കണ്ടോട്ടെ. അപ്പോൾ ലക്കി പറഞ്ഞു സോറി ഡാഷ്. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇനി അതെന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ താഴെ മിലി എന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ മതി. മിലി വീണ്ടും ചോദിക്കുന്നത് വാട്ട് ഹാപ്പൻഡ് ടു ഇറ്റ്, അതിനെന്ത് പറ്റിയെന്നാണ്. അതിനെന്ത് പറ്റി എന്ന് പറയണമെങ്കിൽ, എന്ന് ചോദിക്കണമെങ്കിൽ സ്റ്റാർ അവിടെ ഇല്ല എന്നാണ് പറയേണ്ടത് അല്ലേ? അപ്പോൾ എങ്ങനെ പറയും? സോറി ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ജാർ, അത് ജാറിൽ ഇല്ല എന്ന് ലക്കി മറുപടി കൊടുത്തു. ഹേ ലക്കി ലെറ്റ് മീ സീ ദ സ്റ്റാർ ഇൻ ദ ജാർ, ഞാൻ എൻ്റെ ജാറിലെ സ്റ്റാറിനെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ലക്കി എന്ന് മറുപടി പറഞ്ഞു സോറി ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ജാർ, അത് ജാറിലില്ല. അപ്പോൾ മിലി ചോദിക്കുന്നു വാട്ട് ഹാപ്പൻഡ് ടു ഇറ്റ്, അതിനെന്ത് പറ്റി? അപ്പോൾ ലക്കി മറുപടി പറയുന്നു ഇറ്റ് റിട്ടേൺഡ് ടു ദ സ്കൈ, അത് ആകാശത്തേക്ക് തിരിച്ചുപോയി എന്നെഴുതാം. ഇനി ആക്ടിവിറ്റി 5 ആഡ് മോർ ലൈൻസ്. ഇവിടെ ഒരു കവിതയുണ്ട് അല്ലേ, പോയം. ഈ പോയം നമ്മൾ കുറച്ച് കൂടുതൽ ലൈൻസ്, ഒരു 4 ലൈൻസ് ഇവിടെ ആഡ് ചെയ്യണം. പോയം വായിച്ചു നോക്കാം. ഒരു കിളിയെ കുറിച്ചുള്ള പോയമാണ്. എ ബേർഡ് ഈസ് ഓൺ ഇറ്റ്സ് എഗ്സ്, ഒരു ബേർഡ് അതിൻ്റെ മുട്ടകളുടെ മേൽ അടയിരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ദ ചിക്സ് വരുന്നതും കാത്ത്. ദ ഫസ്റ്റ് എഗ് ക്രാക്ക്ഡ് ഓപ്പൺ, ഒന്നാമത്തെ മുട്ട പൊട്ടി. കെയിം ഔട്ട് എ ഹാപ്പി ചിക്ക്, ഒരു ഹാപ്പി ചിക്ക് പുറത്തു വന്നു, ഒരു സന്തോഷവാനായ ചിക്ക് പുറത്തു വന്നു. ഇനി അടുത്ത 4 വരി. എ ബേർഡ് ഈസ് ഓൺ ഇറ്റ്സ് എഗ്സ്, ഒരു ബേർഡ് അതിൻ്റെ മുട്ടകളുടെ മേലാണുള്ളത്. വെയിറ്റിംഗ് ഫോർ ദ ചിക്സിനെ വെയിറ്റ് ചെയ്യുകയാണ്. ദ സെക്കൻഡ് എഗ് ക്രാക്ക്ഡ് ഓപ്പൺ, രണ്ടാമത്തെ മുട്ട പൊട്ടി. കെയിം ഔട്ട് എ ടീനി ചിക്ക്, ഒരു മെലിഞ്ഞ ചിക്ക് പുറത്തു വന്നു. ഇതേപോലെ ഒരു 4 ലൈൻസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ എന്ത് മാത്രമാണ് മാറ്റം? ഫസ്റ്റ് സെക്കൻഡ് എന്നത് മാത്രമാണ് മാറ്റമുള്ളത് അല്ലേ? പിന്നെ ഹാപ്പി എന്നത് മാറി ടിനി എന്നായി. ആ 2 കാര്യങ്ങൾ മാത്രം നമ്മൾ മാറ്റിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ അതേപോലെ ഇവിടെ എഴുതാം. എ ബേർഡ് ഈസ് ഓൺ ഇറ്റ്സ് എഗ്സ്, വെയിറ്റിംഗ് ഫോർ ദ ചിക്സ്. ദ തേർഡ് എഗ്, സെക്കൻഡ് എഗിന് പകരം തേർഡ് എഗ് ക്രാക്ക്ഡ് ഓപ്പൺ, മൂന്നാമത്തെ മുട്ടയും പൊട്ടി. കെയിം ഔട്ട് എ സ്മോൾ ചിക്ക്, ടിനി എന്നത് മാറ്റിയിട്ട് നമുക്ക് സ്മോൾ എന്ന വാക്ക് വെക്കാം. ഒരു സ്മോൾ ചിക്ക്, ചെറിയ ചിക്ക് പുറത്ത് വന്നു. അല്ലെങ്കിൽ ഒരു കെയിം ഔട്ട് എ ബ്യൂട്ടിഫുൾ ചിക്ക്, ഒരു ഭംഗിയുള്ള ചിക്ക് പുറത്ത് വന്നു. അങ്ങനെ ഏതെങ്കിലും വാക്ക് വെച്ചാലും മതി. ഓക്കെ, ഇത്രയുമാണുള്ളത്.